നാരായണസ്വരൂപായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ വിദൂര ദർശന പഠന വിഭാഗമായ ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ സംസ്കൃത വൃത്തത്തിലുള്ള ധർമ്മം എന്ന ലഘുകൃതിയാണ് നമ്മുടെ ആചാര്യസ്ഥാനീയനായ ബഹുമാനപ്പെട്ട രാജീവ് കൂരപ്പട സാർ ഇവിടെ നമുക്ക് വിവരിച്ചു തരാൻ പോകുന്നത്. ധർമ്മം എന്ന കൃതി 4 വരികളുള്ള ഒരു ലഘുകൃതിയാണെങ്കിലും അതിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് രാജീവ് സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകും. ധർമ്മത്തെ സംബന്ധിച്ച് ഭഗവാൻ വേറെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ ധർമ്മപക്ഷത്ത് നിന്ന് പരാജയപ്പെടുന്നതാണെന്നുള്ള ശ്രീനാരായണ ഗുരുദേവ വചനം വളരെ ശ്രദ്ധേയമായ ഒരു ദിവ്യവചനമാണ്. നമ്മുടെ ശ്രുതി ഗ്രന്ഥങ്ങളിലും സ്മൃതി ഗ്രന്ഥങ്ങളിലും ഒക്കെ ധർമ്മത്തിന് പ്രത്യേക പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അവിടെ അവതാരങ്ങൾ ഉണ്ടാകുമെന്നാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. ബുദ്ധമതത്തിലും ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറയുന്നുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും ധർമ്മത്തെ മുൻനിർത്തിയാണ് സ്മൃതികൾ രചിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ പ്രധാനിയും ആചാര്യസ്ഥാനീയനും സീനിയർ പഠിതാവും അഡ്മിനും വളരെ ശ്രദ്ധേയനായ ഒരു പ്രഭാഷകനുമായ ശ്രീ രാജീവ് കൂരപ്പട സാറാണ്. നമുക്ക് സാറിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. രാജീവ് കൂരപ്പട സാറിന് ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്തേ സാർ. സർ, ഗുരുസ്മരണ. ഗുരുസ്മരണ ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വത്സലകുമാരി മാഡത്തിനെ ക്ഷണിക്കുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാജീവ് കൂരപ്പട സാറിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കാണാമല്ലോ അല്ലേ? കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാമല്ലോ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ സുധീർ സാറേ? ഓക്കെ സർ, ഓക്കെ. വലിയൊരു സന്തോഷവും അതിലേറെ ഉത്കണ്ഠയും പരിഭ്രമവും ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഗൂഗിൾ മീറ്റുകളിൽ ഇരുന്ന ഒരു രാജീവായിട്ടല്ല വാസ്തവത്തിൽ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. ഇന്ന് വാസ്തവത്തിൽ 4 മണി കഴിഞ്ഞ് ഉള്ള സമയത്ത് ഒരു കടുങ്കാപ്പി പോലും സത്യത്തിൽ നമുക്ക് കുടിക്കുവാനോ അല്ലെങ്കിൽ ഇറക്കുവാനോ പറ്റാത്ത ഒരു പറയുവാൻ വാക്കുകളില്ലാത്ത രീതിയിലുള്ള ഒരു പരിഭ്രമം എന്നെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒക്കെ വല്ലാത്തൊരു ആധി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായിട്ടുള്ള
ഒരു കൃതി പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയൊരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് കരുതുകയാണ്. ആ ഒരു നിയോഗമുണ്ടെങ്കിൽ മാത്രമേ, ഭഗവാന്റെ ആ ഒരു നിയോഗമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഗുരുദേവ കൃതി പഠിക്കുവാനോ പറയുവാനോ ചൊല്ലുവാനോ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ 10 വർഷക്കാലം, ഇപ്പോൾ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലുള്ള ചേർന്നതിന് ശേഷമുള്ള ഒരു 8 വർഷക്കാലം കൊണ്ടാണ് വാസ്തവത്തിൽ, സത്യസന്ധമായി പറഞ്ഞാൽ, ഇന്നാണ് അത്തരത്തിലുള്ള ഒരു നിയോഗം ഭഗവാനാൽ ലഭ്യമായത്. നമ്മൾ സാധാരണ രീതിയിൽ ദൈവദശകം ചൊല്ലുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും നമ്മൾ ഭയപ്പെടാതിരുന്ന ഒരു വേവലാതി, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഉണ്ടാകാതിരുന്ന ഒരു ഉൾഭയം ഇന്ന് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പോൾ പ്രദീപ് ലാൽ സാറ് സൂചിപ്പിക്കുകയുണ്ടായി, 4 വരികളാണ് ധർമ്മം എന്ന് പറയുന്ന ആ കൃതിയിൽ, സംസ്കൃത കൃതിയിൽ ഭഗവാൻ നമുക്കായി പകർന്ന് നൽകിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ജഗത്വാണി ഗുരുവാര പാഠശാല ആരംഭിച്ചിട്ട് 25ാമത്തെ വ്യാഴാഴ്ചയാണ് എന്ന് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാകും. സാങ്കേതികമായ കാരണങ്ങളാൽ 1-2 തവണയൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങിയെങ്കിലും ബാക്കി ഉള്ള മുഴുവൻ വ്യാഴാഴ്ചകളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഭംഗിയായി നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശിവഗിരി മഠം സന്യാസി ശ്രേഷ്ഠന്മാരും അതുപോലെ തന്നെ ശിവഗിരി മഠത്തിൻ്റെ ഈ ക്ലാസ് എടുത്ത് മുൻപോട്ട് കടന്നു വന്നപ്പോൾ പ്രസാദ് സാറിൻ്റെ ഒരു ആവിഷ്കാര പദ്ധതി എന്നുള്ള രീതിയിൽ പഠനകേന്ദ്രത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഞാനും രഞ്ജിത്തും, ബിന്ദു ടീച്ചറും കഴിഞ്ഞയാഴ്ച സദാചാരം കൃതി ക്ലാസ് എടുത്തു. ഞങ്ങളും ഇത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കണം എന്നുള്ള സ്നേഹരൂപേണയുള്ള ആ ശാസനയുടെ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. സാറിനോട് ഒട്ടനവധി തവണ പറഞ്ഞു നോക്കി, സാറേ ഈ ക്ലാസ്സിൻ്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നുകൊള്ളാം, ഈ ഒരു ഗുരുദേവ കൃതി പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു മഹാഭാഗ്യത്തിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു സമയത്തിലേക്ക് എത്തിയോ അടുത്തോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഒരു സദസ്സിനെ നോക്കി സംഘടനാ കാര്യങ്ങളോ അല്ലെ മറ്റു വിഷയങ്ങൾ സംബന്ധിച്ചോ നമുക്ക് പറയുന്നതിനേക്കാളുമൊക്കെ വളരെ കഠിനമായ ഒരു മാനസിക സമ്മർദ്ദമാണ് ഈ ഒരു കൃതി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ പലതവണ ഈ കൃതി പഠിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ഉത്കണ്ഠയൊക്കെ ഞങ്ങളോട് പങ്കുവെക്കുമ്പോൾ അവർ എത്രമാത്രം ഉൾക്കിടിലത്തോടുകൂടി പരിശീലനം നടത്തി എത്ര ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും ഓരോ കൃതികളും മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നും. ഒരു ഗൂഗിൾ മീറ്റിൽ ഒരു ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു വസ്തുതയാണോ, അല്ലെങ്കിൽ ഇതിന് ഇത്രമാത്രം പേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് പലർക്കും തോന്നാം. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം 30-32 പേര് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഈ ഗുരുവാര പാഠശാല എന്നുള്ള പദ്ധതി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, പരിശീലന കളരി കൂടിയാണ്. ഇവിടെ ഈ ടീച്ചർമാർക്ക് ക്ലാസ് എടുത്തതുപോലെ ഞാനും രഞ്ജിത്തും ഒക്കെ അടുത്ത ആഴ്ചകളിൽ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ പിന്നീട് ക്ലാസ് എടുക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളെ കൂടി അവർക്കൊരു പരിശീലനമായി ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണമൊക്കെയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു കൂട്ടായ്മയിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചത്. ആ ഉദ്യമം വളരെ മനോഹരമായി സ്നേഹ നിർബന്ധങ്ങൾ ചെലുത്തിയ ഇതിൻ്റെയൊക്കെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടുള്ള സ്മിതയോടുമൊക്കെയുള്ള നന്ദി ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്ന സുധീഷ് സാറ്, പ്രദീപ് ലാൽ സാറ്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ധർമ്മ എന്ന കൃതി വാസ്തവത്തിൽ പ്രസാദ് കുമാർ സാറിനോട് ധർമ്മ എന്ന കൃതി ഇവിടെ പ്രബോധതീർത്ഥ സ്വാമികൾ ശിവരി മഠത്തിൻ്റെ ശ്രേഷ്ഠ സന്യാസി വര്യനായിട്ടുള്ള ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികൾ വളരെ താത്വികമായി, സമർത്ഥമായി, വൈജ്ഞാനികമായി, വൈദികമായി ഒക്കെ നമുക്കൊരു തവണ പറഞ്ഞു തന്നിരുന്നു. എല്ലാവർക്കും അറിവുള്ളതാണ്. സാർ ഒരു കൃതി ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഞാൻ പുസ്തകം ഇങ്ങനെ ഗുരുദേവ കൃതിയുടെ പുസ്തകം തുറന്നു നോക്കി, 4 വരികളെ കണ്ടുള്ളൂ. 4 വരികൾ കണ്ടപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ ധർമ്മ എന്ന കൃതി എന്നാൽ എടുക്കാം എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ അതിങ്ങനെ പരിശോധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് സ്മിതയുടെ ഒരു കോള് വരുന്നത്. ധർമ്മ പ്രബോധതീർത്ഥ സ്വാമികൾ ഒന്ന് എടുത്തിരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ കിടുങ്ങിപ്പോയി. കാരണം ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ആ ഒരു മനസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ധർമ്മയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഞാൻ നടത്തിയത്. ഇതൊരു പഠനമോ പഠിപ്പീരോ ആയിട്ട് കാണുന്നതിലുപരി ധർമ്മ എന്ന ആ പദവും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ സംബന്ധമായിട്ടുള്ള ധർമ്മ വ്യാഖ്യാനവുമൊക്കെ എൻ്റെ ചിന്തയിലൂടെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ ഒന്ന് പങ്കുവെക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങളോട് ഈ സമയം ചെലവഴിക്കുന്നത്. ധർമ്മ എന്ന പദം യൂട്യൂബിലാണെങ്കിലും നവമാധ്യമങ്ങളിലും ഇനി പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ ധർമ്മ എന്ന പദവുമായി ചേർത്ത് വെക്കുന്ന മറ്റൊരു പദം ബ്രാഹ്മണ്യമാണ്. ഞാൻ ഒട്ടനവധി വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു, ചുമ്മാ പരതി വളരെ ഗഹനമായ അല്ല, അതിൻ്റെ വെറുതെ ഉള്ള ഒരു പരതൽ നടത്തിയപ്പോൾ ബ്രാഹ്മണ്യവുമായി ചേർത്ത് വെച്ചിട്ടാണ് ഈ ധർമ്മ എന്ന പദം കൂടുതലും ഉപയോഗിച്ച് കാണുന്നത്. ധർമ്മം ഇതെല്ലാം അതുമായിട്ട് എവിടെയാണ് തടസ്സമുണ്ടാകുന്നത്, അല്ലെ എവിടെയാണ് ക്ലേശമുണ്ടാകുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഇതിനകത്തെല്ലാം ബ്രാഹ്മണർക്കാണ് ക്ലേശം വരുമ്പോഴാണ് ഈ ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിച്ചു എന്ന് പല സ്ഥലങ്ങളിലും പറയുന്നു. ഇന്നിപ്പോൾ കർക്കിടക മാസമാണ്, നമ്മൾ വിശുദ്ധമായ മാസമായിട്ട് നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ഹൈന്ദവ ആരാധനാ സമ്പ്രദായങ്ങളും കർക്കിടകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വിശുദ്ധി വൽക്കരിച്ചുകൊണ്ട് വലിയ സന്നാഹങ്ങളാണ് ക്ഷേത്ര സംവിധാനങ്ങൾ, ഭവനങ്ങൾ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. രാമായണം എന്ന് പറയുന്ന കഥ വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു ബ്രാഹ്മണ കുമാരന് ദശരഥ രാജാവ് ധർമ്മം വെടിഞ്ഞ് ധർമ്മഹത്യ നടത്തി, ബ്രാഹ്മണ മുനികുമാരന് ഹത്യ നടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നുള്ള ശാപവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് രാമായണത്തിൻ്റെ കഥയുടെ മൂലകാരണമായിട്ട്, ഇതിവൃത്തത്തിൻ്റെ മൂലകാരണമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ക്ഷത്രിയന് മൃഗനായാട്ട് അനുവദനീയമാണ് എങ്കിലും സൂര്യാസ്തമയത്തിന് ശേഷമുള്ള മൃഗനായാട്ടിൻ്റെ ഭാഗമായി ഒരു മുനികുമാരന് അറിയാതെ ദശരഥൻ്റെ അമ്പേക്കുന്നതായിട്ടാണ് കഥയിൽ കാണുന്നത്. അപ്പോൾ പിന്നീടാണ് പുത്ര വിരഹ ദുഃഖമൊക്കെ ശാപമായി വരുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഇന്നിങ്ങോട്ട് പോരുന്ന വഴിക്ക് യൂട്യൂബിനകത്ത് ഒരു അമ്മയ്ക്ക് മക്കൾ മുത്തം കൊടുക്കുന്ന രസകരമായ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു
സ്പീച്ചിൻ്റെ ഭാഗം കാണുകയുണ്ടായി. സാന്ദർഭികമായി ഇതുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. ഒരു 5 മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടി ഒരമ്മയ്ക്ക് മുത്തം കൊടുക്കുമ്പോൾ, അല്ലെ ഒരമ്മയ്ക്ക് ഉമ്മ കൊടുക്കുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ, ആ അമ്മ ആ മകനോട് പറയുക, നീ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പോൾ ഉമ്മ വെക്കാനായിട്ട് നീ വന്നിരിക്കുന്നത്. 10 തൊട്ട് 20 വയസ്സ് വരെയുള്ള ഒരു കൊച്ചാണ് അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നെങ്കിൽ അന്നേരം അമ്മ പറയുക, നീ എത്ര വിഷയത്തിന് പൊട്ടിയിട്ടാണ്, അതായത് പരീക്ഷകളിലായിരിക്കും, നീ എത്ര വിഷയത്തിന് പൊട്ടിയിട്ടായിരിക്കും അതിനെ മയപ്പെടുത്താൻ വേണ്ടിയാണ് എന്നോടിപ്പോൾ ഈ സ്നേഹപ്രകടനം നടത്തുന്നത്. 20 തൊട്ട് 30 വയസ്സുള്ള ഒരു കുട്ടി ഇതേ അവസ്ഥയിൽ അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ മകനോട് അമ്മ ചോദിക്കുക, ഏതാടാ അവള്, നീ ആരെയാണ് കണ്ടുവച്ചിരിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? ഇതാണ് ചോദിക്കുക. ഈ 30-നും 40-നും ഇടയ്ക്കുള്ള ആളാണെങ്കിൽ, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ല, അച്ഛനോട് ചോദിക്ക്. കാരണം ഓരോ കാലഘട്ടത്തിൽ, ഓരോ 10 വർഷത്തെ ഗ്യാപ്പിനിടയിലും മനുഷ്യനുണ്ടാകുന്ന മാറ്റം, അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റം. 30 തൊട്ട് 40 വയസ്സ് വരെ ആകുന്ന സമയത്ത് മക്കളായിട്ടുള്ളവർ അമ്മയോട് ആവശ്യപ്പെടുന്നത് ധനമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ സ്വതന്ത്രമായ ജീവിതത്തിനുള്ള സാമ്പത്തിക അടിത്തറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപായമായിരിക്കാം, അതിനുള്ള സഹായമായിരിക്കാം. ആ സമയത്താണ് അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മ പറയുന്നത്, നീ എന്നെ സൂചിപ്പിക്കാൻ വരേണ്ട ഉദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നു. 50 വയസ്സിന് മുകളിലുള്ള, അല്ലെ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ അമ്മയെ കെട്ടിപ്പിടിച്ച് വരുമ്പോൾ അമ്മ പറയും, എന്നാ കെട്ടിപ്പിടിച്ചാലും ഞാൻ ഒപ്പിട്ട് തരത്തില്ല, എൻ്റെ കാലശേഷമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നായിരിക്കും മറുപടി പറയുക. ഇതൊരു യൂട്യൂബിൽ കേട്ട ഇപ്പം കേട്ട ഒരു സംഭവമാണ്. ഞാനിപ്പോൾ രസകരമായി തോന്നുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചാണ്. ഓരോ കാലത്തിനും ഓരോ സമയത്തിൻ്റെയും പ്രായത്തിൻ്റെയും വ്യതിയാനങ്ങളിലും ഇത്തരത്തിൽ രസകരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മൾ പുരാണത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മകൻ സർവസന്നാഹങ്ങളും ഒരുക്കി വെച്ച്, എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞ്, എല്ലാ ക്രമീകരണങ്ങളും വിജയത്തിനായി സജ്ജീകരിച്ചതിന് ശേഷം ഒരമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മ അനുഗ്രഹിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഇതിവൃത്തം നമ്മുടെ പുരാണ കഥകളിലുണ്ട്. അന്ന് ആ അമ്മ ആ മകനോട് മറുപടി പറയുന്നത്, എവിടെ ധർമ്മമുണ്ടോ അവിടം വിജയിക്കുമെന്നാണ്. മഹാഭാരത കഥയിലെ ദുര്യോധന മഹാരാജാവ് 18 അക്ഷൗണിയും രാജ്യതന്ത്രജ്ഞന്മാരെയും സൈന്യാധിപന്മാരെയും ഒട്ടനവധി രാജാക്കന്മാരെയും എല്ലാം ക്രമീകരിച്ച് ഒരു യുദ്ധത്തിൽ വിജയിക്കുവാനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയതിന് ശേഷം തൻ്റെ അമ്മയുടെ അടുത്ത് അനുഗ്രഹത്തിനായിട്ട് ചെല്ലുമ്പോൾ ആ അമ്മ മകന് കൊടുത്ത മറുപടി, മോനെ നീ വിജയിച്ചു വരൂ എന്നല്ലായിരുന്നു. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാവും എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. ശരിക്കും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ അമ്മയുടെ ഈ അനുഗ്രഹം അതിൻ്റെ വേണ്ട രീതിയിൽ, ആ മകനുമായുള്ള ഈ സംവാദം നമ്മൾ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അമ്മ മകന് കൊടുക്കുന്ന അനുഗ്രഹം ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു വസ്തുതയാണ് മക്കൾക്ക് അമ്മ കൊടുക്കുന്ന അനുഗ്രഹം. മാതൃവാത്സല്യം, പുത്രവാത്സല്യത്താൽ ഒരമ്മയും തൻ്റെ മകൻ്റെ പതനം അല്ലെങ്കിൽ മക്കളുടെ പതനം ആഗ്രഹിക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്.
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മമെന്ന പദം എവിടെയാണ് ആദ്യം ഉപയോഗിച്ചത് എന്നും ഞാനൊന്ന് അന്വേഷിക്കുകയുണ്ടായി. എൻ്റെ ഈ അന്വേഷണങ്ങളിൽ ഞാൻ കണ്ടെത്തിയ ഭാഗങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് ഈ സംവദിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു കൃതി പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏകദേശം 5-8 ദിവസത്തെ ഒരു പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് സസൂക്ഷ്മ പരിശോധനയായിട്ട് എനിക്ക് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള കൃതികൾ, ദേവതാ സങ്കല്പങ്ങൾ എല്ലാം ഭഗവാൻ അനുഭവിച്ച ദേവതകളെയാണ്. തൻ്റെ ശൈശവ, കൗമാര, യൗവന കാലഘട്ടങ്ങളിൽ ഭഗവാൻ പൂർണ്ണനായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു, ഉപാസകനായിരുന്നു. ഉപരിപഠനത്തിനായി കുമ്മമ്പള്ളി ആശാന്റെ അടുത്ത് പോയ ഭഗവാൻ മോഹലാസ്യപ്പെട്ട് വീണ് കഴിഞ്ഞപ്പോൾ ഭഗവാൻ രചിച്ച് നമുക്ക് തന്ന കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം. വീണ് കിടക്കുന്ന ഭഗവാനോട് ഗുരുവായ ആശാൻ ചോദിക്കുന്നത് നിനക്കെന്ത് പറ്റി എന്നായിരുന്നില്ല. അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ എന്താണ് കണ്ടത് എന്നാണ് ഭഗവാനോട്, വീണ് കിടന്ന ഭഗവാനോട് മുഖത്ത് വെള്ളം തെളിച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ, കണ്ണ് തുറന്നപ്പോൾ ആ ഗുരു ചോദിച്ചത് നിനക്കെന്താണ് പറ്റിയത് എന്നല്ല, നീ എന്താണ് കണ്ടത് എന്നായിരുന്നു. അതാ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ആ ബന്ധത്തിൻ്റെ, ആ ഗാഢമായ, ആ പരിശുദ്ധമായ, തീവ്രമായ ബന്ധത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവത്തിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. നീ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് വരെ ലോകം അറിഞ്ഞിട്ടുള്ള ഒരു ശ്രീകൃഷ്ണനെ അല്ല ഭഗവാൻ ആ ഗുരുവിന് മുമ്പിൽ വരച്ചു കൊടുത്തിട്ടുള്ളത്. ശ്രീകൃഷ്ണ ദർശനം എന്ന് പറയുന്ന ഒറ്റ ശ്വാസത്തിൽ ഭഗവാൻ മറുപടിയായി കൊടുത്ത ആ ഒരു കവിത അല്ലെങ്കിൽ ആ ഒരു കൃതി, ആ കൃതിയിൽ തൻ്റെ അമ്മാവനായ കംസനെ നിഗ്രഹിച്ച ശ്രീകൃഷ്ണനെ കുറിച്ച് വർണ്ണിക്കുന്നില്ല. കാരാഗ്രഹത്തിൽ ജനിച്ച ശ്രീകൃഷ്ണനെ കുറിച്ച് വർണ്ണിക്കുന്നില്ല. കാളിയമർദ്ദനം നടത്തിയ ശ്രീകൃഷ്ണനെ കുറിച്ച്, അന്ന് നാട്ടുകാർ അന്ന് വരെ അറിഞ്ഞിരുന്ന ശ്രീകൃഷ്ണൻ, കാളിയമർദ്ദനം നടത്തിയ ശ്രീകൃഷ്ണൻ, തൻ്റെ അമ്മാവനെ നിഗ്രഹിച്ച ശ്രീകൃഷ്ണൻ, പൂതനയെ നിഗ്രഹിച്ച ശ്രീകൃഷ്ണൻ, വെണ്ണ കട്ട് തിന്നുന്ന ശ്രീകൃഷ്ണൻ, ഇങ്ങനെയുള്ള ഒരു ശ്രീകൃഷ്ണനെ അല്ല ഭഗവാൻ കണ്ടത്. ഭഗവാൻ കണ്ടത് എല്ലാ മൂടുപടങ്ങളും മാറ്റി നീക്കിയ, മായയുടെ സകല ഭ്രംശങ്ങളും മാറ്റി നിർത്തിയിട്ടുള്ള അതിതീക്ഷ്ണമായ ഒരു ദിവ്യ ജ്യോതി, പ്രകാശത്തിൻ്റെ അതിതീവ്രമായ ഒരു ഭാവം, സത്യത്തിൻ്റെ അതിതീവ്രമായ ഒരു അനുഭവം. ആ അനുഭവം തൻ്റെ ഗുരുവിന് വർണ്ണിച്ചു കൊടുത്തപ്പോൾ വാസ്തവത്തിൽ ഗുരു മാത്രമല്ല, ലോകം മുഴുവൻ ഞെട്ടുകയാണ്. ശ്രീകൃഷ്ണൻ ഇത്തരത്തിലായിരുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണ ദർശനത്തിലൂടെ ഭഗവാൻ ചെയ്തത്. അവൻ്റെ ആദ്യത്തെ കൃതിയായിട്ട് രേഖപ്പെടുത്തി നമ്മളെല്ലാം മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളതാണ്. തൻ്റെ യൗവനകാല, ഉപരിപഠന കാലത്ത് 20-22 വയസ്സിലായിരിക്കും ഒരു പക്ഷേങ്കിൽ ഭഗവാൻ ആ കൃതി രചിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാം. അതിനുശേഷം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെ ഉപാസകനായി സുബ്രഹ്മണ്യനെ അനുഭവിച്ചു. മരുത്വാമലയിൽ തുടർന്നുള്ള തൻ്റെ അവതാര ചരിത്രത്തിൽ ഓരോരോ ദേവതാ സങ്കല്പത്തെയും ഭഗവാൻ അനുഭവിച്ചാണ് നമുക്ക് പിന്നീട് വിവരിച്ചു തരുന്നത്. ഭഗവാന്റെ അവതാര ചരിത്രത്തിൽ
1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം 5-6 വർഷങ്ങൾക്ക് ശേഷം അരുവിപ്പുറത്ത് കൂടിയ ഒരു ലഘു സമ്മേളനത്തിലാണ് ഭഗവാന്റെ ഒരു സംഭാഷണ ശകലത്തിൽ ഒരു കർക്കിടക മാസത്തിൽ ബലിതർപ്പണത്തിനായി അരുവിപ്പുറത്ത് എത്തുന്ന ആളുകൾക്ക് ധർമ്മ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊരു യോഗം വേണം, അല്ലെങ്കിൽ സംഘം വേണം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വേണം എന്നുള്ള ഒരു പദപ്രയോഗമായി മാങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഒരു പുസ്തകത്തിൽ കാണുകയുണ്ടായി. അത് ഏകദേശം 1894 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ധർമ്മ പ്രവർത്തനം അരുവിപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് സജ്ജീകരിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് പോലെ ഒരു വാക്യം ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഈ ഒരു സംവിധാനത്തെയാണ് കൃത്യം 5 വർഷം കൂടി കഴിഞ്ഞപ്പോൾ 1888 10 വർഷം കഴിഞ്ഞ് 1898 ഈ വാവൂട്ടി യോഗം എന്ന് പറയുന്ന സംഘടനയെ ഭഗവാൻ അരുവിപ്പുറം ക്ഷേത്ര പരിപാലന യോഗമാക്കി മാറ്റുന്നത്. ഈ വാവൂട്ടി യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ആദ്യമായി നമുക്ക് ഒരു ധർമ്മ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനം അരുവിപ്പുറത്ത് നമുക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഭാഷണ ശകലം ഉണ്ടായതായിട്ട് കാണുന്നത്. ആ വാവൂട്ടി യോഗത്തെ വിപുലീകരിച്ചാണ് അരുവിപ്പുറം ക്ഷേത്ര പരിപാലന യോഗമാക്കി 11 പേരോളം കൂടുന്ന ഒരു സംവിധാനമൊക്കെ ക്രമീകരിച്ചുണ്ടാക്കിയെടുക്കുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഭഗവാന്റെയും കുമാരനാശാന്റെയും കൃതികളൊക്കെ വിദ്യാവിലാസിനി എന്ന് പറയുന്ന ഒരു മാസികയിൽ അച്ചടിച്ചു വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സമസ്യകളായിട്ടും സമസ്യാപൂർണങ്ങളൊക്കെ ആയിട്ടുമാണ് കുമാരനാശാന്റെയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെയും ഒക്കെ രചനകൾ, ഒട്ടനവധി രചനകളൊന്നും ആയിട്ടില്ലായിരിക്കാം, പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. കൊല്ലത്ത് നിന്നുള്ള വെളിയത്ത് കൃഷ്ണനാശാന്റെ പത്രാധിപത്യത്തിലുള്ള വിദ്യാവിലാസിനി എന്ന് പറയുന്ന ആ മാസിക 1898 കാലങ്ങളിൽ പുറത്തിറങ്ങി പ്രസിദ്ധി ആർജിച്ചിരുന്നു എന്ന് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ പുസ്തകം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് 1903 ആയപ്പോൾ അരുവിപ്പുറത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തിൽ തീർത്തും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന അധസ്ഥിതരായ ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി 2 മാർഗങ്ങൾ ആവിഷ്കരിക്കുകയുണ്ട്. ഒന്ന്, തികഞ്ഞ ആരാധന അനുഷ്ഠാന സമ്പ്രദായങ്ങളിലൂടെ നമ്മളെ പുതിയൊരു ദൈവസങ്കല്പത്തിലേക്ക് ഉയർത്തിയെടുക്കുക. രണ്ടാമതായി, സാമൂഹികപരമായ നവോത്ഥാനത്തിലൂടെ ജീവിത പന്ഥാവിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുക. സവിശേഷമായ വിപ്ലവമാണ് ധർമ്മം എന്ന് പറയുന്ന കൃതി, അല്ലെ ധർമ്മ എന്ന് പറയുന്ന പദം നമ്മൾ പ്രയോഗത്തിലെടുക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ ഏറ്റവും സവിശേഷമായും വിശുദ്ധിയുമായി തോന്നുന്ന ഒരു ഭാഗം തീർച്ചയായും അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ഈ സംഭവ വികാസങ്ങളാണ്. 1903 കാലഘട്ടങ്ങളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഡോക്ടർ പൽപ്പുവിനെയും കുമാരനാശാനെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട്
ഏറ്റവും ദൈവാനുഗ്രഹമുള്ള പരിശുദ്ധമായ ഒരു സ്ഥലത്ത്, അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ പരിപാവനമായ പുണ്യഭൂമിയിൽ സംസ്ഥാപനം ചെയ്തെടുത്തതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സംസ്ഥാപിതമായതിനു ശേഷമാണ് വാസ്തവത്തിൽ ധർമ്മ എന്ന പദം നമുക്ക് സുപരിചിതമാകുന്നു. അതിനു മുമ്പ് വരെ വേദപുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെല്ലാം ധർമ്മവും അധർമ്മവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് അകലെ എന്ന് മാത്രമല്ല, ഇതെന്താണ് എന്ന് ചിന്തിക്കുവാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു. നമ്മൾ ചിന്തിക്കണം, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം പക്ഷികളെ അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളനോട് മാനിഷാദ എന്ന് പറയുകയുണ്ടായി, അല്ലേ? ക്രൗഞ്ചമിഥുനങ്ങളെ അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളനോടാണ് ഋഷിവര്യന്മാർ മാനിഷാദ, അരുതേ കാട്ടാള, നീ ചെയ്യുന്നത് പാപമാണ്, അല്ലെ നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ എത്രയോ മനുഷ്യ ജന്മങ്ങളെ ഇതിലും കൊടും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ പീഡിപ്പിക്കുകയും കൊല്ലുകയും വ്രണപ്പെടുത്തുകയും മറ്റ് അധർമ്മ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവാം. ആരും, ഒരു ഋഷിവര്യനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അരുതേ കാട്ടാള. ഒരു മാനുഷാദയും അവിടെ ഉണ്ടായിട്ടില്ല. ആലോചിച്ചു നോക്കുക, പക്ഷിമൃഗാദികൾക്കുണ്ടായിരുന്ന വില പോലും മനുഷ്യജീവൻ ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും 1888 ശേഷം 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ പ്രസ്ഥാനം ഭഗവാൻ സംസ്ഥാപിതമാക്കി രൂപീകൃതമാക്കി നമുക്ക് നൽകിയതിന് ശേഷമാണ് ധർമ്മ എന്ന പദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ വാർഷികം നടത്തുമ്പോൾ മഹാകവി കുമാരനാശാനോട് ഭഗവാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് ധർമ്മ പ്രചാരകരെ വേണമെന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമുക്ക് ധർമ്മ പ്രചാരകരെ വേണം. നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കുവാൻ ആള് വേണം. എന്താണ് ധർമ്മം? എന്താണ് പ്രചരിപ്പിക്കേണ്ടത്? ആളുകൾ അതിശയിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ അധർമ്മമാണ് എന്ന് തിട്ടപ്പെടുത്തി അത്തരത്തിൽ നമ്മളെ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് മഹാകവി കുമാരനാശാനോട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ധർമ്മപ്രചാരകരെ വേണം. നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ നമുക്ക് ആള് വേണം. ആ ചിന്തയിലാണ് നമ്മൾ ഇന്ന് ഈ 2024 ജൂലൈ 25 ധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ നൽകിയ ചിന്തയാണ്. ഭഗവാന്റെ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അത്തരത്തിൽ മുൻപോട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവാൻ പിന്നീട് കാണിച്ചു തരുന്ന ആസൂത്രണത്തിലൂടെ കാണിച്ചു തരുന്ന മുഴുവൻ കാര്യങ്ങളും മറ്റ് ഋഷിവര്യന്മാരൊക്കെ നമുക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുകയാണ്, അല്ലേ? അരുളുകൾ നൽകി നൽകി പോവുകയാണ്, പ്രാവർത്തികമാക്കിയല്ല പോകുന്നത്. പക്ഷെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ കെട്ടുകല്യാണം ഒരു ഉദാഹരണത്തിനായിട്ട് പറയുന്നതിന് വേണ്ടി കെട്ടുകല്യാണം മുടക്കുന്ന സമയത്ത് അതൊരു അനാചാരമാണ് എന്ന് കണ്ടുകൊണ്ട് ഒരു കെട്ടുകല്യാണം മുടക്കുന്ന സമയത്ത് ഭഗവാനോട് അവിടെയുള്ള ആളുകൾ ചെന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാന കാരണവന്മാരായിട്ടുള്ള ആളുകൾ ചെന്ന് പറയുന്നത്, സ്വാമി പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ ഭഗവാന്റെ മറുചോദ്യമായി വന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇപ്പോൾ നടത്തിക്കൂടാ? സാധാരണ ഒരു ഋഷിയാണെങ്കിൽ
ശരി, തഥാസ്തു, അല്ലെ അങ്ങനെ ആയിക്കൊള്ളട്ടെ, അടുത്ത തവണ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയുള്ളൂ. പക്ഷെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കെട്ടുകല്യാണം മുടക്കാൻ ചെന്നപ്പോ ഇത് അനീതിയാണ്, അനാചാരമാണ് എന്ന് ആ മനുഷ്യ സമൂഹത്തോട്, ആ കൂടി നിന്ന ജനസമൂഹത്തിനോട് പറഞ്ഞതിന് ശേഷം അവരത് അനുസരിക്കുവാൻ തയ്യാറായി അടുത്ത തവണ മുതൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ തൃപ്പാദങ്ങൾ നേരിട്ട് ആവശ്യപ്പെടുകയാണ്, ഇത് അധർമ്മമാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ഇപ്പൊ നടപ്പാക്കിക്കൂടാ? ആലോചിച്ചു നോക്കൂ. ലോകത്തേതെങ്കിലും ഒരു ഋഷിവരിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, കഥകളിലൂടെ അറിഞ്ഞിട്ടുള്ള മാമുനിമാരോ സപ്തർഷിമാരോ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠ പുരാണ ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളോ ഒക്കെ ഇത്തരത്തിലൊരു തീരുമാനം ഏതെങ്കിലും ഒരു ആചാര്യരോ ഒക്കെ നടപ്പിലാക്കി, ഒരു തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ട്? ധർമ്മ എന്ന കൃതിയെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ ചേർത്ത് വെക്കേണ്ടതല്ലേ? ഒരു ഗൃഹസ്ഥനായ നമ്മൾ, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, ബൗദ്ധികമായ വൈജ്ഞാനികമായ തലങ്ങളിലേക്ക് ഒട്ടനവധി മിഥ്യയായ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഭാവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ചിന്തകളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ തൻ്റെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഉപദേശിക്കുകയും അനുഷ്ഠാനങ്ങളിലൂടെ നടപ്പിലാക്കുകയും ചെയ്ത ആ മഹാഗുരുവിൻ്റെ ധർമ്മ പ്രവൃത്തികൾ ഉദാഹരണ സഹിതം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ നമ്മൾ ഭഗവാന്റെ കൃതികളിലേക്ക് സഞ്ചാരം നടത്തുവാൻ? മഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗം പല്ലനയാറ്റിൽ 1924 സംഭവിച്ചു. പല്ലനയാറ്റിൽ മഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗം സംഭവിച്ചപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മീയ അഭയസ്ഥാനമായിട്ടുള്ള നാഗമ്പടത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ സ്മൃതി മണ്ഡപമായ കവി കുമാരമന്ദിരം ഉയർന്നു. ധർമ്മ എന്ന കൃതി നടരാജഗുരുക്കളുടെ ആവശ്യപ്രകാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയുടെ മുഖപത്രമായി 1926, 27, 28 കാലങ്ങൾ, വർഷങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു വർഷം എന്ന് കൃത്യമായിട്ട് ചേർത്ത് പറയുന്നില്ല. 1926 ആകാം, 27 ആകാം, 28 ആകാം. പല പുസ്തകങ്ങളിലും ചിലപ്പോൾ വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കാണും. മലയാള വർഷവുമായിട്ട് ചേർന്ന് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 2024 ഇംഗ്ലീഷ് വർഷത്തിലാണ്. 1199 മലയാള വർഷത്തിലാണ് നമ്മൾ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഗസ്റ്റ് മാസം 17-ാം തീയതി ആകുമ്പോൾ അത് 1200 ആവും. പണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ മലയാള വർഷങ്ങൾ രേഖപ്പെടുത്തി വരുമ്പോൾ നമ്മളത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ ആളുകളായ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പഴയ രീതിയിലുള്ള മലയാള വർഷം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കുവാൻ ഭൂരിഭാഗം ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, നമ്മൾ ഇംഗ്ലീഷ് വർഷം പറയുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. മലയാള വർഷത്തെ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ഒരു വർഷത്തിൻ്റെ പകുതി കണ്ട് മലയാള വർഷം മാറുന്നുണ്ട്. അപ്പം കൃത്യമായ ഡേറ്റ് മലയാള വർഷത്തിൻ്റെ അനുസരിച്ച് മനസ്സിലാക്കി ഇംഗ്ലീഷിലേക്ക് ആക്കിയില്ല എങ്കിൽ ഇംഗ്ലീഷ് വർഷം മലയാള വർഷവും തമ്മിൽ പൊരുത്തപ്പെടാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളൊക്കെ പറയുമ്പോൾ 26, 27 കാലഘട്ടം അല്ലെ 28, 29 കാലഘട്ടം എന്ന് പറയേണ്ടത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ വേണം പറയാൻ. അല്ലാതെ
ഒരു വർഷത്തിൽ തന്നെ ഉറപ്പിച്ച് പറയൽ. ഏതായാലും ശിവഗിരിയുടെ മുഖപത്രമായി ഇന്നിപ്പോ ശിവഗിരി മാസിക നമ്മുടെ എല്ലാം കൈകളിൽ ലഭിക്കുന്നുണ്ട്. ശിവഗിരിയുടെ മുഖപത്രമായി ആദ്യം ഇറക്കിയ മാസികയുടെ പേര് ധർമ്മം എന്നായിരുന്നു. ആ മാസികയ്ക്ക് ഒരു മംഗളാശംസയുമായി നടരാജ ഗുരുക്കൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി കൊടുത്ത മംഗളാശംസയാണ് ധർമ്മ എന്ന കൃതി. നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. കൃതിയുടെ പുസ്തകം നോക്കുമ്പോൾ അതിൽ വ്യക്തമായി സുവ്യക്തമായി നമുക്ക് ലളിതമായി ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഭഗവാൻ അതിനു മുമ്പും ഒരു മംഗളാശംസ എഴുതി നൽകുകയുണ്ടായി. മാവേലിക്കരയിൽ നിന്നും കെ പത്മനാഭ പണിക്കരുടെ പത്രാധിപത്യത്തിൽ മഹാകവി വിശ്വമഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗത്തിൽ മനംനൊന്ത് ഈ കെ പത്മനാഭ പണിക്കർ ഒരു സ്മരണികയായി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന് ധർമ്മകുമാരൻ എന്നായിരുന്നു പേരിട്ടത്. ധർമ്മകുമാരൻ. അത് 1925-26 കാലഘട്ടങ്ങളിലാണ് അതും പ്രസിദ്ധീകരിച്ചത്. ആ ധർമ്മകുമാരന് മംഗളാശംസ നൽകിയതിന് ശേഷമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മം എന്ന് പറയുന്ന മാസികയ്ക്ക് വേണ്ടി നടരാജ ഗുരുക്കൾക്ക് ഈ മംഗളാശംസ എഴുതി നൽകിയിട്ടുള്ളത്. അത് ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. ഈ 1925 കാലഘട്ടങ്ങളിൽ തന്നെ ആണ് ഭഗവാനാൽ വിരചിതമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്മൃതി ഗ്രന്ഥം ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ആ സ്മൃതി ഗ്രന്ഥവും നമുക്കായി കൽപ്പന ചെയ്ത് നൽകിയിട്ടുള്ളത്. ആത്മാനന്ദ സ്വാമികളാൽ ഭഗവാൻ പറഞ്ഞത് കേട്ടിട്ട് എഴുതിയെടുത്ത് ഓരോ ദിവസവും വൈകിട്ട് ഭഗവാനെ പാരായണം ചെയ്ത് കേൾപ്പിച്ച് അതിലെ തെറ്റുകൾ തിരുത്തി എത്ര സവിശേഷമായിട്ടാണ് ആ ശ്രീനാരായണ സ്മൃതി അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ആ ഗ്രന്ഥം പൂർത്തീകരിച്ചിട്ടുള്ളത്. 1 മാസത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. 1 മാസത്തോളം എടുത്ത് പൂർത്തീകരിച്ച ആ സ്മൃതി ഗ്രന്ഥത്തിൽ നമ്മളെങ്ങും പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു മനുഷ്യജീവന്റെ ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും ചിന്തിക്കുവാനായിട്ട് ഏറ്റവും ലളിതമെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ശ്രേഷ്ഠമായി വർണ്ണിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യജീവിതത്തിൻ്റെ ജന്മം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ, ആ ഒടുക്കത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര പവിത്രമായിട്ടാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സൽസന്താനങ്ങളെ ജനിപ്പിക്കാൻ ഭർത്താക്കന്മാർ ചേരേണ്ട സമയം, നമുക്ക് പുല ആചരിക്കേണ്ട സമയവും സന്ദർഭവും ഏതൊക്കെയാണ്, ഇതെല്ലാം പോകട്ടെ. ഒരു മനുഷ്യനോട് നീ 2 നേരവും കുളിക്കണം, നീ കുളിക്കുന്നതിനൊപ്പം നിന്റെ പല്ലും നഖവും വൃത്തിയാക്കണം, ഒരു സ്മൃതി ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശുചിത്വമുള്ളവനെ മാറ്റി നിർത്തുവാൻ ആർക്കും സാധ്യമല്ല. അത്തരത്തില് ശുചിത്വം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് തോന്നും, ഇന്നത്തെ പുതുതലമുറയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ തോന്നും, ശ്രീനാരായണ ഗുരുദേവൻ കുളിക്കാൻ പറഞ്ഞു, നമ്മളാരും കുളിക്കാത്തവരാണോ എന്ന് ഇന്നത്തെ പിള്ളേർ ചിന്തിക്കും. പക്ഷേ മനുഷ്യൻ മൃഗങ്ങളെക്കാളും അധപ്പതിച്ച് നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെ മനുഷ്യനെ മൃഗങ്ങളെക്കാളും അധപ്പതിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ
ശ്രീനാരായണ ധർമ്മത്തിലൂടെ നീ 2 നേരവും കുളിക്കണം. നീ കുളിക്കുമ്പോൾ നീ നിന്റെ പല്ലും നഖവും വൃത്തിയാക്കണം. മലവിസർജനങ്ങൾ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ രീതിയിൽ നടത്തി നീ ശുദ്ധിയായിരിക്കണം. കുളിച്ചതിന് ശേഷം വൃത്തിയുള്ള വസ്ത്രങ്ങൾ നീ ധരിക്കണം. ഇതിപ്പരം ഒരു അനുഗ്രഹം, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു അനുഗ്രഹം ഒരു മനുഷ്യന് ഒരു സ്മൃതി ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടാനില്ല. അത്തരമുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമുക്ക് തന്നതിന് ശേഷമാണ് ഭഗവാൻ ഈ 4 വരികളുള്ള കൃതി നമുക്കായി സമർപ്പിച്ചത്. 4 വരികളുള്ള കൃതി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ധർമ്മ ഏവ പരദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയി, നൃണാം ശ്രേയസേ ഭവതു. ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയി, ഭവതു ശ്രേയസേ നൃണാം. ധർമ്മത്തിൻ്റെ സാങ്കല്പികമായിട്ടുള്ള മുഴുവൻ വശങ്ങളും, ധർമ്മചിന്ത എപ്രകാരമാണ് എന്നുള്ളത് 4 വരികളിലൂടെ ഭഗവാൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ്. ഈ ധർമ്മം മാസിക ധർമ്മം തന്നെയാണ് പരമമായിട്ടുള്ളത്. പ്രകാശ സ്വരൂപമായ സത്വത്തിൽ നിന്നും വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. ധർമ്മം തന്നെയാണ് ജീവിതത്തിന് ധന്യത നൽകുന്ന മഹാധനം. ധർമ്മം തന്നെയാണ് എവിടെയും വിജയിക്കുന്നത്. അങ്ങനെയുള്ള ധർമ്മം മനുഷ്യർക്ക് ശ്രേയസ്സിന് കാരണമായി വരട്ടെ. ധർമ്മം മാസികയെക്കുറിച്ചാണ് പറയുന്നത്. ധർമ്മം മാസിക മനുഷ്യർക്ക് ശ്രേയസ്സിന് കാരണമായി വരട്ടെ എന്ന് ധർമ്മം മാസികയ്ക്കുള്ള മംഗളാശംസയിൽ പറയുമ്പോൾ, ധർമ്മകുമാരൻ എന്ന് പറയുന്ന മാസികയ്ക്ക് ഭഗവാൻ പറയുന്നു മറ്റൊരു മംഗളാശംസയിൽ, കർമ്മം പരോപകാരം ധർമ്മോപേതം പരത്തി ലോകത്തിൻ ശർമ്മമർന്നു വളർന്നീ ധർമ്മകുമാരൻ ജയിക്ക ജനതയ്ക്കായി. ധർമ്മമാണെങ്കിലും ധർമ്മകുമാരനാണെങ്കിലും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മം വിജയിപ്പിക്കുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിനു മുമ്പിൽ ജയിച്ച് നിൽക്കണം എന്നുള്ള ആ ദിവ്യമായ പ്രബോധനം കൃതിയുടെ അർത്ഥം പറഞ്ഞ്, വരികൾക്കിടയിലുള്ള അർത്ഥം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എഴുതിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പൊതു സാങ്കല്പിക തത്വം കൂടി അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്തരം മേഖലയിലേക്കൂടെ നിങ്ങളുടെ കൂടെ എൻ്റെ ചിന്തകൾ പങ്കുവെച്ചത്. നോട്ടെഴുതി, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും നോട്ട് എഴുതിയതാണോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. നോട്ട് പറഞ്ഞ്, ഓരോ വരിയുടെയും നോട്ട് പറഞ്ഞ് അങ്ങനെ പോകണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ 4 വരിയുടെ അർത്ഥം നമുക്ക് പറഞ്ഞു തരാം. എൻ്റെ അടുത്ത് മുനി നാരായണ പ്രസാദ് സ്വാമിയുടെ വ്യാഖ്യാനമാണ് ഉള്ളത്. അതിൽ കാണിച്ചിരിക്കുന്ന അർത്ഥം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ധർമ്മ എന്ന് പറയുന്ന കൃതി അനുഷ്ഠിപ്പ് എന്ന് പറയുന്ന വൃത്തത്തിൽ, സംസ്കൃത വൃത്തത്തിലാണെന്ന് ഉദയലാൽ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് വൃത്തങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. രസമായിരുന്നു അന്നൊക്കെ പഠിക്കാനായിട്ട്. പക്ഷേ ഈ അനുഷ്ഠിപ്പ് വൃത്തത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഈ അനുഷ്ഠിപ്പ് വൃത്തം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ ആർക്കൊക്കെ ബലിയിടാം എന്ന് ഉള്ള ശിഷ്യന്മാരുടെ സംശയത്തിന് നിവൃത്തിയായി ഭഗവാൻ പറയുന്നവരുടെ ലിസ്റ്റ് കേട്ടാൽ ബലിയിടാൻ സാധിക്കാത്തവരായി ആരുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. വിശ്വാസമുണ്ടോ അവനെല്ലാം ബലിയിടാം. അതിൽ മക്കൾക്കിടാം, മകനിടാം, മകൾക്കിടാം, മരുമക്കൾക്കിടാം, ഭാര്യയ്ക്കിടാം, ഭർത്താവിനിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആ ശ്രീനാരായണ സ്മൃതിയിലെ ആ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
പക്ഷേ ഈ അനുഷ്ഠിപ്പ് വൃത്തവും ശരിക്കു പറഞ്ഞാൽ ഞാൻ അതിന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അനുഷ്ഠിപ്പ് വൃത്തത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു രീതിയായിട്ട് വരുന്നത് എങ്ങനെ വേണമെങ്കിലും ആകാം, പക്ഷെ കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കണം. ദൈവദശകവും അനുഷ്ഠിപ്പ് വൃത്തത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനുഷ്ഠിപ്പ് വൃത്തം സംസ്കൃത വൃത്തത്തിന്റെ അവസാനം അതിന്റെ വിവരണം കൊടുത്തപ്പോൾ കേൾക്കാൻ ഇമ്പമുള്ളതാവണം രചന. അതാണ് അനുഷ്ഠിപ്പ് വൃത്തത്തിന്റെ സവിശേഷമായ ഒരു കാര്യം. അതും ഒരു വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് വേണ്ടി ഒരു സാധനം രചിച്ചു തരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കൃതി നമുക്കായി സമർപ്പിക്കുമ്പോൾ, ഭഗവാൻ അവിടെയും നമ്മളെപ്പോലെ ഉള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ഇമ്പമുണ്ടാവണം. പാടുമ്പോൾ അല്ലെങ്കിൽ രചിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ ലളിതമായ രീതിയിൽ നമുക്ക് ഇമ്പമുണ്ടാകുന്ന രീതിയിൽ കേൾക്കുവാൻ സാധിക്കണം എന്നുള്ള ആ ഒരു ചിന്ത, മനുഷ്യനെ കുറിച്ചുള്ള ആ ഒരു കരുതൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എത്രത്തോളം പുലർത്തിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും നോട്ട് എഴുതി എടുക്കണമെന്നുണ്ട് എങ്കിൽ എൻ്റെ മുമ്പിൽ ഇപ്പോൾ പേര് തെളിഞ്ഞു നിൽക്കുന്ന വിലാസിനി അമ്മയോട് അർത്ഥമായിട്ട് പറഞ്ഞു തരണോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ അത് നോക്കി പറഞ്ഞുതരാം. ഇപ്പൊ സമയം 8:55. ഞാൻ പറഞ്ഞു, ഞാൻ കൃതി പ്രബോധതീർത്ഥ സ്വാമികൾ നിങ്ങൾക്ക് മുമ്പിൽ നല്ലവണ്ണം എടുത്ത് നൽകിയിട്ടുള്ള ഒരു കൃതിയാണ്. ഞാൻ എൻ്റെ ചിന്തകൾ, ധർമ്മ എന്നുള്ള പാഠഭാഗം ഉദ്ധരിച്ചുള്ള എൻ്റെ കുറച്ച് ചിന്തകൾ നിങ്ങൾക്കുമായി പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പിന്നെ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇതുമായി നിങ്ങളുമായി ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അർത്ഥം വരികൾ എടുത്ത് പറയട്ടെ എന്നാ നോട്ട് ബുക്കായിട്ട് നോട്ട് പറയണോ? ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. കൃതി 4 വരി. ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയി, ഭവതു ശ്രേയസേ നൃണാം. ഇത് എല്ലാവരുടെയും ഭാഗത്ത് അറിയാവുന്നതാണല്ലോ. ധർമ്മ ഏവ എന്ന് പറഞ്ഞാൽ ധർമ്മം തന്നെയാണ്. പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ പുസ്തകത്തിന്റെ സൈഡിലായിട്ട് എഴുതി വെച്ചാൽ മതി. എഴുതുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ധർമ്മ ഏവ, ധർമ്മം തന്നെയാണ്. പരം എന്ന വാക്കിന്റെ അർത്ഥം പരമമായിട്ട്. പരം എന്ന വാക്കിന്റെ അർത്ഥം പരമമായിട്ട്. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദേവനിൽ നിന്ന് ആവിർഭവിച്ചത്, അല്ലെങ്കിൽ പ്രകാശ സ്വരൂപമായ പരമ സത്യത്തിൽ നിന്ന് ആവിർഭവിച്ചത്. എഴുതുന്നുണ്ടോ? അത് ഞാൻ പറയുന്നുള്ളൂ. ഒന്നുകൂടെ പറയാം സാറേ. ഏതാ ഒന്നുകൂടെ പറയണ്ടേ? ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദേവനിൽ നിന്ന് ആവിർഭവിച്ചത് അഥവാ പ്രകാശ സ്വരൂപമായ പരമ സത്യത്തിൽ നിന്ന് ആവിർഭവിച്ചത്. മഹാധനം എന്ന വാക്കിന്റെ അർത്ഥം മഹത്തായ ധനം, അതായത് ജീവിതത്തിന് ധന്യത നൽകുന്ന തരത്തിൽ മഹത്തായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് പ്രയോഗം. മഹാധനം. സർവത്ര എന്ന വാക്കിന്റെ അർത്ഥം എല്ലായിടത്തും. അതൊക്കെ ലളിതമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. സംസ്കൃതമാണെങ്കിലും നമ്മളും നിത്യ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന പദങ്ങളാണ്. വിജയി എന്ന് പറഞ്ഞാൽ വിജയമുള്ളതായി ഭവിക്കുന്നു. നൃണാം എന്ന് പറഞ്ഞാൽ നൃണൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ശ്രേയസേ എന്ന് പറഞ്ഞാൽ ശ്രേയസിന് കാരണമായി. ഭവതു എന്ന് പറഞ്ഞാൽ ഭവിക്കട്ടെ. ധർമ്മം തന്നെയാണ് പരമമായിട്ടുള്ളത്. പ്രകാശ സ്വരൂപമായ സത്യത്തിൽ നിന്നും വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. ധർമ്മം തന്നെയാണ് ജീവിതത്തിന് ധന്യത നൽകുന്ന മഹാധനം.
ധർമ്മമാണ് എവിടെയും വിജയിക്കുന്നത്. അങ്ങനെയുള്ള ധർമ്മം മനുഷ്യർക്ക് ശ്രേയസ്സിന് കാരണമായി ഭവിക്കട്ടെ. ഇതാണ് ധർമ്മ എന്ന് പറയുന്ന കൃതിയുടെ പൊതുവിചാരം ആയിട്ട് വരുന്നത്. നമ്മളെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രമാണ്. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ധർമ്മം ഒരു മഹാവൃക്ഷത്തിന്റെ ധർമ്മമാണ് അതിന്റെ സമീപത്തുള്ള വള്ളിച്ചെടികൾക്ക് വളരുവാനായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു മഹാവൃക്ഷത്തിന്റെ ധർമ്മമാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷം, ആ മഹാവൃക്ഷത്തിന്റെ തണലിലുള്ള വള്ളിച്ചെടികളാണ് നമ്മളെപ്പോലെയുള്ള ഓരോരോ മേഖലയിലും പ്രവർത്തിക്കുന്ന പോഷക സംഘടനകൾ. നമ്മൾ കഴിഞ്ഞ മാസം ആരാധ്യനായ ജനറൽ സെക്രട്ടറിയുടെ ഭവനത്തിൽ പോയി ജനറൽ സെക്രട്ടറിയോടൊപ്പം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ധർമ്മമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മം എന്ന് കൃതിയുമായി ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം കോട്ടയം യൂണിയന്റെ ധർമ്മമാണ് SNDP യോഗത്തിനെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ആവിഷ്കാര ഫലപ്രാപ്തിയിലാണ് നമ്മൾ കഴിഞ്ഞ മാസം ജൂൺ മാസം ജനറൽ സെക്രട്ടറിയോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആർക്കും സാധ്യമാകാത്ത രീതിയിൽ ഒരു ദിവസം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആരാധ്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഭവനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, പ്രിയപത്നി ശ്രീമതി പ്രീതി മാഡത്തോടൊപ്പം ഒക്കെ ചെലവഴിച്ചത്. ഇത് ഒരു ധർമ്മ പ്രചരണമാണ്, നമ്മുടെ ധർമ്മത്തിന്റെ ഒരു ഉത്തരവാദിത്വ നിർവഹണമാണ്. നമ്മളിപ്പോ ഈ വരുന്ന ഞായറാഴ്ച 28-ാം തീയതി നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിശുദ്ധമായ ദിവ്യ തേന്മാവിന്റെ സാമീപ്യത്തിൽ ശിവരിമഠത്തിലെ ശ്രേഷ്ഠ സന്യാസിമാരിൽ പ്രമുഖനായിട്ടുള്ള ഗുരുപ്രകാശൻ സ്വാമികൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തിരു അവതാര ചരിത്ര നമ്മളോട് പറയുവാൻ എത്തുന്നുണ്ട്. നമ്മൾ മുഴുവൻ ആളുകളും ആ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതും സമാധി പ്രഭാഷണം, ചതയദിന പ്രഭാഷണം, പക്ഷാചരണ പ്രഭാഷണം ഒക്കെ നടത്തുന്ന ആളുകൾക്കുള്ള ചെറിയ ചെറിയ വിശാല ചിന്തകൾ ലഘുഭാഷണങ്ങളിലൂടെ സ്വാമി ഗുരുപ്രകാശൻ സ്വാമികൾ നമുക്ക് നൽകും. നമുക്കത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് പിന്നീട് ലഭ്യമാകുന്നതല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശുദ്ധമായ പരിപാവനമായ തേന്മാവിൻ്റെ ആ സാമീപ്യത്തിലാണ്, ഭഗവാൻ കാറ്റേറ്റ ആ പുണ്യമായ സങ്കേതത്തിലാണ്, ഭഗവാനെ സ്പർശിച്ച വായുവാണ് നമ്മളെയും വന്ന് സ്പർശിക്കുക. ഇതൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ തീർച്ചയായും നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രഭാഷണ സ്റ്റേജുകൾ മികച്ചതാക്കുവാനായി പഠനകേന്ദ്രം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മമാണ് കർക്കിടക വാവിനോടനുബന്ധിച്ച് SNDP യോഗം കോട്ടയം യൂണിയന് നാഗമ്പടത്ത് നടക്കുന്ന വാവുബലി കാര്യങ്ങളിൽ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഏകദേശം 10,000-ത്തിലധികം ആളുകൾ ബലിതർപ്പണത്തിനായി നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തും. വാവൂട്ടി യോഗം സംഘടിപ്പിച്ചത് തന്നെ കർക്കിടക വാവിൻ്റെ ബലിതർപ്പണത്തിനായി എത്തുന്ന ആളുകൾക്ക് ധർമ്മ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അപ്പോൾ ഭഗവാന്റെ ഒരു ആജ്ഞയായിട്ട് നമ്മൾ കാണണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ആജ്ഞയാണ് വാവൂട്ടി യോഗത്തിന് ധർമ്മസഹായം ചെയ്തു കൊടുക്കുവാനായിട്ട് അന്ന് അരുവിപ്പുറത്ത് ആളുകളെ കൂട്ടിയതുപോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ് കർക്കിടക വാവുദിനത്തിൽ നാഗമ്പടം മഹാദേവ ക്ഷേത്ര പരിസരത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സഹായഹസ്തങ്ങൾ ചെയ്യുവാൻ SNDP യോഗം കോട്ടയം യൂണിയന്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ധർമ്മപ്രചാരകരായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലും നിങ്ങൾ പങ്കാളികളാകണം എന്നുകൂടി വിനയാന്വിതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ളതല്ല.
നിങ്ങളുടെ ചിന്തകളുമായി സമരസപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഞാൻ എൻ്റെ ചിന്തകളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടതാണ്. സ്വീകരിക്കാവുന്നത് സ്വീകരിക്കുക, തിരുത്തേണ്ടതുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു പറഞ്ഞു തരികയും ചെയ്യുക. ഇത്തരത്തിൽ ജഗത്വാണിയിലെ ഗുരുവാര പാഠശാല എന്ന മഹത്തായ ഈ ഒരു ക്രമീകരണത്തിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ അനുഗ്രഹത്താലുള്ള നിയോഗമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളോടെല്ലാവരോടും സ്നേഹ വന്ദനത്തോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്തേ. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഈ 4 പേരുടെ അർത്ഥം പറഞ്ഞു തരാമോ? കേട്ടില്ല. 4 പേരുടെ അർത്ഥം ചേർത്ത് പറഞ്ഞു തരാം. 4 വരിയുടെ അർത്ഥം ചേർത്ത് പറഞ്ഞു തരണോ? എഴുതിക്കോ. വരി എഴുതിയായിരുന്നോ? വരി എഴുതി. ധർമ്മം തന്നെയാണ് പരമമായിട്ടുള്ളത്. പ്രകാശ സ്വരൂപമായ സത്യത്തിൽ നിന്നും വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. ധർമ്മം തന്നെയാണ് ജീവിതത്തിന് ധന്യത നൽകുന്ന മഹാധനം. ധർമ്മം തന്നെയാണ് ജീവിതത്തിന് ധന്യത മഹാധനം. ധർമ്മമാണ് എവിടെയും വിജയിക്കുന്നത്. അങ്ങനെയുള്ള ധർമ്മം മനുഷ്യർക്ക് ശ്രേയസിന് കാരണമായി ഭവിക്കട്ടെ. എഴുതിയോ? ആരായിരുന്നു ചോദിച്ചത്? അംബിക. ഓ, സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പഠന കേന്ദ്രത്തെ മികച്ച രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ആരാധ്യ പുരുഷൻ ശ്രീ പ്രസാദ് കുമാർ സാറിനും പ്രസാദ് കുമാർ സാറിൻ്റെ ശിക്ഷണത്താൽ ഇത്തരത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹത്തോടുകൂടി ഈ ക്രമീകരണങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ രഞ്ജിത്തും സഹോദരിമാരായിട്ടുള്ള നന്ദി ചേച്ചി, ബിന്ദു, ദിനു, പ്രിയപ്പെട്ട അനീഷ് ഉൾപ്പെടെ ഇവിടെ ക്ലാസ്സിൽ വന്നു ചേർന്നിട്ടുള്ള ഏകദേശം ഇപ്പോൾ 10-40 പേര് ആദ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഏതാണ്ട് 30 പേരെയോളം തോന്നുന്നു. നിതയും എല്ലാം നന്ദി, നമസ്തേ. വിജയിക്കട്ടെ. നന്ദി സാറേ. ദേശകാലോചിതം കർമ്മ ധർമ്മ ഇത്യഭ്യതേ. അതായത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിൽ നാം ചെയ്യുന്ന കർമ്മം എന്താണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ധർമ്മം എന്ന കൃതിയാണ് നാം ഇന്നിപ്പോ ഇവിടെ ശ്രവിച്ചുകൊണ്ടിരുന്നത്. പുരാണത്തിലൂടെ നവമാധ്യമങ്ങളിലൂടെ നാം കാണുന്ന കാഴ്ചകളെ, കേൾവികളെ, കഥകളെ അതിനകത്ത് ഗൂഗിൾ മീറ്റ് ചെയ്യേണ്ട ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് എപ്പോഴും ഞെക്കാൻ മതിയായിരുന്നു. ധർമ്മം എന്ന വാക്കിന് അതിൻ്റെതായ അർത്ഥതലങ്ങൾ നൽകി ഭഗവാന്റെ എങ്ങനെ കേറുന്നതെന്ന് അറിയത്തില്ല, ചോദിക്കണ്ടേ? ധർമ്മം എന്ന കൃതിക്ക് അതിൻ്റെതായ അർത്ഥതലങ്ങളാണ് രാജീവ് സാറ് നമുക്കിപ്പോ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. വീണ്ടും
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മം എന്ന വാക്കിനെ, ധർമ്മ എന്ന കൃതിയെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് സാധ്യമായിരിക്കുന്നത്. ഇത്തരത്തിലൊരു ക്ലാസ് എടുത്തു തന്ന കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും അഡ്മിനുമായ ശ്രീ രാജീവ് ഗുരപ്പട സാറിന് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെയും ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തങ്ങളുടെ ജീവിതത്തിൽ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവൻ ധന്യമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി ശ്രീമതി സുമ സുരേഷ് കാരാപ്പുഴ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. നമസ്തേ.